ഹലോ ഓൾ, വെൽക്കം ടു വൺസ് ക്ലാസ്സസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിൽ 4th സെമസ്റ്ററിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് EET 206 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ ലാസ്റ്റ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻ പ്രോഗ്രാമാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഓൾറെഡി മോഡ്യൂൾ 1ൻ്റെ പാർട്ട് എയിലെയും പാർട്ട് ബിയിലെയും ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് എന്നുള്ള ആ ഒരു ഹോപ്പിൽ തന്നെ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി എ മോട്ടിവേഷൻ ഫോർ അസ് ഓൾസോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സെക്കൻഡ് മോഡ്യൂളാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സെക്കൻഡ് മോഡ്യൂളിൻ്റെ പാർട്ട് എ സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് എ ക്വസ്റ്റ്യൻ ഇതാണ്: യൂസിങ് ബൂളിയൻ ഓൾജിബ്ര ടെക്നിക് സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ. അതായത് ബൂളിയൻ ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് ഈ എക്സ്പ്രഷനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എക്സ്പ്രഷൻ ഒന്ന് എടുത്തെഴുതാം. ബി ഡി പ്ലസ് ബി ഇൻറ്റു ഡി പ്ലസ് ഇ പ്ലസ് ഡി ബാർ ഡി പ്ലസ് എഫ്. ഇതാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്, അത്രത്തോളം തന്നെ നമുക്ക് സിംപ്ലിഫിക്കേഷനും വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ നോർമൽ മാത്സിൽ ചെയ്യുന്നത് പോലെ ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. ബി ഡി പ്ലസ് ബി ഇൻറ്റു ഡി, ബി ഡി പ്ലസ് നെക്സ്റ്റ് ബി ഇൻറ്റു ഇ, ബി ഇ, നെക്സ്റ്റ് ഡി ബാർ ഇൻറ്റു ഡി പ്ലസ് ഡി ബാർ എഫ്. ഇനി സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നോക്കാം ബി ഡി പ്ലസ് ബി ഡി ഒരേ ടേം തന്നെയാണ് രണ്ടെണ്ണം വരുന്നത്. അപ്പോൾ ബൂളിയൻ ഓൾജിബ്രയിൽ ഉള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് എന്ത്, എ പ്ലസ് എ എന്ന് പറയുന്നത് എന്താണ്, എ തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരും, ബി ഡി പ്ലസ് ബി ഡി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ബി ഡി ഇറ്റ് സെൽഫ്. അപ്പോൾ എന്താണ്, ഇത് രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്തപ്പോൾ ബി ഡി എന്നുള്ളൊരു ടേം കിട്ടി. നെക്സ്റ്റ് ബി ഇ അത് അങ്ങനെ തന്നെ എഴുതി. അടുത്തൊരു ടേം നോക്കാം. ഡി ബാർ ആൻഡ് ഡി ആണ് വന്നത്, ഡി ബാർ ആൻഡ് ഡി. എഗെയിൻ നമ്മളുടെ ഒരു ബൂളിയൻ ഓൾജിബ്രയിൽ വരുന്ന ഒരു ആക്സിയോംസ് ആണ് എന്ത്, എ ബാർ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ബാർ ഇൻറ്റു ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം എന്തായി, 0 ആയിപ്പോയി. ലാസ്റ്റ് ടേം എന്താണ്, ഡി ബാർ എഫ്. ഇതാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഫൈനൽ വാല്യൂ വരുന്നത് ബി ഡി പ്ലസ് ബി ഇ പ്ലസ് ഡി ബാർ എഫ്. സിമ്പിളായിട്ട് എന്താണ്, 3 സ്റ്റെപ്പിനകത്ത് 3 മാർക്ക് കിട്ടി. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കൺവേർട്ട് ദ എക്സ്പ്രഷൻ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ബി ബാർ ടു സ്റ്റാൻഡേർഡ് SOP ഫോം. SOP എന്ന് പറയുന്നത് സം ഓഫ് പ്രോഡക്റ്റിനെയാണ്, SOP എന്ന് പറയുന്നത്. അപ്പോൾ ഈ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലോട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ എക്സ്പ്രഷനെ മാറ്റേണ്ടത്. സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ബ്രാക്കറ്റ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ എക്സ്പ്രഷൻ ഒന്ന് എടുത്തെഴുതി എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ബി ബാർ. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, എ ഇൻറ്റു സി എന്ത് വന്നു, എ സി പ്ലസ് എ ഇൻറ്റു ബി ബാർ, എ ബി ബാർ പ്ലസ് ബി ഇൻറ്റു സി, ബി സി പ്ലസ് ബി ഇൻറ്റു ബി ബാർ, ബി ഇൻറ്റു ബി ബാർ. നേരത്തെ പറഞ്ഞ ഐഡൻറ്റിറ്റീസ് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. എന്താണ് ഇവിടെ ബി ഇൻറ്റു ബി ബാർ എന്ത് വന്നു, ഈ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ എ സി പ്ലസ് എ ബി ബാർ പ്ലസ് ബി സി. ഇതാണ് നമ്മളുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എന്താണ്, സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, ഓരോ ടേമിലും എത്ര വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആണോ അത്രയും വേരിയബിൾസ് ഉണ്ടാവണം. ഇവിടെ എന്താണ്, എ ഉണ്ട് ഒരു വേരിയബിൾ, ബി ഒരു വേരിയബിൾ, സി ഒരു വേരിയബിൾ, 3 വേരിയബിൾ ഉള്ളതാണ്. അപ്പോൾ 3 വേരിയബിൾ ഉള്ളതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ ഫസ്റ്റത്തെ അതിനകത്ത് എന്താണ്, ബി എന്നുള്ളൊരു ടേം മിസ്സിംഗ് ആണ്. നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് ഐഡൻറ്റിറ്റി അല്ലെ ആക്സിയോംസ് എന്നാണ് എന്നെ പറയാം. എ പ്ലസ് എ ബാർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എ ഇൻറ്റു ബി ആണ് മിസ്സിങ്. ബി പ്ലസ് ബി ബാർ ഞാൻ ആഡ് ചെയ്താൽ എന്താണ്, സെയിം എഫക്റ്റ് തന്നെയാണ് വരുന്നത്. എ ഇൻറ്റു
ബി പ്ലസ് ബി ബാർ ഇൻറ്റു സി എന്ന് പറയുന്നതും എ ഇൻറ്റു സി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ എ ഇൻറ്റു ബി പ്ലസ് ബി ബാർ ഇൻറ്റു സി എഴുതിയാലും നോ എഫക്റ്റ്. നെക്സ്റ്റ് അതുപോലെ ഈ ടേമിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? എ ഇൻറ്റു ബി ബാർ, സി ആണ് ഇല്ലാത്തത്, അപ്പോൾ സി പ്ലസ് സി ബാർ. അടുത്തതിൽ എ എന്നുള്ള ടേം ആണ് മിസ്സിങ്, എ പ്ലസ് എ ബാർ ബി സി, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് വന്നു? എ ബി സി ഫസ്റ്റ് ടേം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കാം, എ ഇൻറ്റു ബി സി. അടുത്ത എന്താണ്? എ ബി ബാർ സി, എ ബി ബാർ സി. അടുത്തത് നോക്കാം, എ ബി ബാർ സി, എ ബി ബാർ സി. അടുത്ത ടേം എ ബി ബാർ സി ബാർ, എ ബി ബാർ സി ബാർ. അടുത്തത് എ ബി സി, എ ബി സി. അടുത്ത ടേം എന്ന് പറയുന്നത് എ ബാർ ബി സി, എ ബാർ ബി സി. ഇതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മളുടെ ഏതെങ്കിലും ആക്സിയോംസ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇവിടെ എ ബി സി ഒരു ടേം ഉണ്ട്, ഇവിടെയും ഒരു എ ബി സി ഉണ്ട്. അപ്പോൾ എ ബി സി പ്ലസ് എ ബി സി എന്തായിരിക്കും? എ ബി സി തന്നെ വരുള്ളൂ. ഇപ്പോൾ രണ്ട് ടേം ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റി. അടുത്ത് നോക്കാം, സെക്കൻഡ് ടേമും തേർഡ് ടേമും നോക്കാം. എന്താണ്? എ ബി ബാർ സി, എ ബി ബാർ സി, രണ്ടും ഒരേ ടേമാണ്. ഒരേ ടേം രണ്ട് തവണ ആഡ് ചെയ്യുന്നത് സെയിം എഫക്റ്റ് തന്നെയാണ്. എന്താണ്? എ ബി ബാർ സി. അപ്പോൾ ഈ രണ്ട് ടേമും കൺസിഡർ ചെയ്തു. അടുത്തത് എ ബി ബാർ സി, സിമിലർ ആയിട്ട് ഇവിടെ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്താണ്? എ ബി ബാർ സി എഴുതി. അടുത്ത ടേം നോക്കാം, എ ബി ബാർ സി ബാർ, സിമിലർ ആയിട്ട് വേറെ ഒരു ടേമും ഇല്ല, അങ്ങനെ എഴുതി എ ബി ബാർ സി ബാർ. ലാസ്റ്റ് വൺ എന്താണ്? സിമിലർ ആയിട്ട് വേറെ ഒന്നുമില്ല, എ ബാർ ബി സി. ഇതാണ് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രോഡക്റ്റ് ഫോം, സം ഓഫ് പ്രോഡക്റ്റ് ഫോം. അപ്പോൾ സ്റ്റാൻഡേർഡ് സം ഓഫ് പ്രോഡക്റ്റ് ഫോമിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണിത്. എ ബി സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി ബാർ സി പ്ലസ് എ ബി ബാർ സി ബാർ പ്ലസ് എ ബാർ ബി സി എന്ന് പറയുന്നത്. ക്ലിയർ? 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് നമുക്ക് 3 മാർക്ക് കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് എയിലെ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് മോഡ്യൂളിൻ്റെ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ്? 3 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സ്പ്ലിറ്റപ്പ് ഇവിടെ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 5 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് 4 മാർക്ക്, മൂന്നാമത്തെ ക്വസ്റ്റ്യനും 5 മാർക്ക്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, കൺവേർട്ട് ദ എസ് ഒ പി എക്സ്പ്രഷൻ. നമ്മൾ പാർട്ട് ബിയിൽ സെയിം ടൈപ്പ് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? എസ് ഒ പി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് പ്രോഡക്റ്റ്, സം ഓഫ് പ്രോഡക്റ്റ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ടു സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോം, സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് എസ് ഒ പി ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് എത്ര വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആണോ ഓരോ ടേമിലും അത്ര വേരിയബിൾസ് ഉണ്ടാവണം. ഇവിടെ നോക്കാം, എ ബി എ ബാർ ബി എ ബാർ സി ഡി. അപ്പോൾ എന്ത് വന്നു? എ ഒരു വേരിയബിൾ ഉണ്ട്, ബി ഒരു വേരിയബിൾ ഉണ്ട്, സി ഒരു വേരിയബിൾ ഉണ്ട്, ഡി ഒരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ എന്താ? 4 വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ? അതായത് ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് എ കോമ ബി കോമ സി കോമ ഡി ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് എ ബി പ്ലസ് എ ബാർ ബി പ്ലസ് എ ബാർ സി ഡി ബാർ. ഇതിന് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? ഓരോ ടേമിലും ഏത് വേരിയബിൾ ആണോ മിസ്സിങ് അത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ടേമിൽ സി വേരിയബിളും ഡി വേരിയബിളും രണ്ടും മിസ്സിങ് ആണ്. നമ്മുടെ ആക്സിയോം പ്രകാരം സി പ്ലസ് സി ബാർ 1 ആണ്, ഡി പ്ലസ് ഡി ബാറും 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ഒരു ഐഡൻറ്റിറ്റി ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ എ ഇൻറ്റു ബി ഇൻറ്റു സിയുടെ സ്ഥാനത്ത് എന്താണ്? സി പ്ലസ് സി ബാർ കൊടുത്തു. ഈ വാല്യൂ അല്ലെങ്കിൽ എന്താ? സി പ്ലസ് സി ബാർ എന്താ? 1 ആണ്. ഡിക്ക് ഡി പ്ലസ് ഡി ബാർ കൊടുത്തു. അടുത്ത ടേം നോക്കാം. അടുത്ത ടേമിൽ എയും ബിയുടെയും വേരിയബിൾ ഉണ്ട്, സിയും ഡിയും ആണ് അഗെയിൻ മിസ്സിങ്. അവിടെ എന്ത് ചെയ്യാം? അങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലേ? അപ്പം ഒരു സിംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് പകരം ഒന്നാമത്തെ ടേമിലും രണ്ടാമത്തെ ടേമിലും എന്താണ് എന്തെങ്കിലും കോമൺ എലമെൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. എന്താണ്? ബി ഒരു കോമൺ എലമെൻ്റ് ആണ് അല്ലേ? അപ്പോൾ ബി ഞാൻ എടുത്തു. പിന്നെന്താണ്? എ പ്ലസ് എ ബാർ ആണുള്ളത് ഈക്വൽ ടു എ ബാർ
സി ഡി ബാർ. സോറി, ഈക്വൽ ടു അല്ല, ഇവിടെ പ്ലസ് അല്ലേ. അപ്പോൾ ഇവിടെ എ പ്ലസ് എ ബാർ ആക്സിയം എന്താണ്? 1 ആണ്. അപ്പോൾ എന്ത് വന്നു? ബി ഇൻറ്റു 1 ബി തന്നെ, ബി പ്ലസ് എ ബാർ സി ഡി ബാർ. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നമ്മളുടെ സിംപ്ലിഫിക്കേഷൻ ഒരു സ്റ്റെപ്പ് ഇവിടെ കുറഞ്ഞ് കിട്ടി. ഇനി ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി? ഓരോ ടേമിലും ഇല്ലാത്ത വേരിയബിൾ ആഡ് ചെയ്ത് വിട്ടാൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഫങ്ഷൻ ഓഫ് എ ബി സി ഡി. ഫസ്റ്റത്തെ ബി പ്ലസ് എ ബാർ സി ഡി ബാർ, എ ബാർ സി ഡി ബാർ. അപ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റത്തതിനകത്ത് എ മിസ്സിംഗ് ആണ്, സി മിസ്സിംഗ് ആണ്, ഡി മിസ്സിംഗ് ആണ്. അപ്പോൾ എ ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് എ ബാർ, ബി ഉണ്ട്, സിയുടെ സ്ഥാനത്ത് സി പ്ലസ് സി ബാർ, ഡിയുടെ സ്ഥാനത്ത് ഡി പ്ലസ് ഡി ബാർ. പിന്നെ വരുന്നത് അടുത്തതിനകത്ത് ബി ആണ് മിസ്സിംഗ്. അപ്പോൾ എന്ത് ചെയ്തു? ബി പ്ലസ് ബി ബാർ സി ഡി ബാർ. എന്ത് ചെയ്യുക? ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. അപ്പം ഓരോ സ്റ്റേജ് ആയിട്ട് ചെയ്യുക. ഫസ്റ്റത്തെ അതിനകത്ത് എ പ്ലസ് എ ബാറിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്? എ ബി ഇൻറ്റു സി പ്ലസ് സി ബാർ ഡി പ്ലസ് ഡി ബാർ. അടുത്ത ടേം എന്ത് വന്നു? എ ബാർ ബി ഇൻറ്റു സി പ്ലസ് സി ബാർ ഡി പ്ലസ് ഡി ബാർ. അടുത്ത ടേം, ഫസ്റ്റ് ടേം എ ബാർ ബി സി ഡി ബാർ. അടുത്ത ടേം എ ബാർ ബി ബാർ സി ഡി ബാർ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിനകത്ത് സി പ്ലസ് സി ബാറും ഡി പ്ലസ് ഡി ബാറും ഉണ്ട്. ഇതിനകത്ത് എന്താണ്? സി പ്ലസ് സി ബാറും ഡി പ്ലസ് ഡി ബാറും ഉണ്ട്. അപ്പം എഗെയിൻ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് എ ബി, ആദ്യം ഫസ്റ്റത്തെ ഓപ്പൺ ചെയ്ത് എ ബി സി, ഇത് രണ്ടും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. സി സി ഡി പ്ലസ് സി ഡി ബാർ പ്ലസ് സി ബാർ ഡി പ്ലസ് സി ബാർ ഡി ബാർ. രണ്ടാമത്തെ ടേമിൽ എ ബാർ ബി ഇൻറ്റു സെയിം തിങ് സി ഡി പ്ലസ് സി ബാർ ഡി പ്ലസ് സി ഡി ബാർ പ്ലസ് സി ബാർ ഡി ബാർ. അടുത്ത ടേം എ ബാർ ബി സി ഡി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ അല്ലേ. ഇനി എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ടേം എ ബി സി ഡി ഫസ്റ്റ് ടേമായി. അടുത്തത് എ ബി സി ഡി ബാർ. അടുത്തത് എ ബി സി ബാർ ഡി. നെക്സ്റ്റ് ടേം എ ബി സി ബാർ ഡി ബാർ. ഇതുപോലെ അടുത്തതും ഓപ്പൺ ചെയ്യാം. എന്താ? എ ബാർ ബി സി ഡി. അടുത്തത് എ ബാർ ബി സി ബാർ ഡി. അടുത്തത് എ ബാർ ബി സി ഡി ബാർ. നെക്സ്റ്റ് എ ബാർ ബി സി ബാർ ഡി ബാർ. പിന്നെ വരുന്ന ലാസ്റ്റ് രണ്ട് ടേംസ് എ ബാർ ബി സി ഡി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ. ഇതാണ് നമ്മളുടെ ആ ഒരു എക്സ്പാൻഷൻ വരുന്നത്. ഇനി എന്ത് ചെയ്യാം? ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ടേംസ് ഉണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എ ബി സി ഡി ഒരു ടേം ഇവിടെ ഉണ്ട്. പിന്നെ എ ബി സി ഡി ടേംസ് ഉണ്ടോ? ഇതിനകത്തില്ല, 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 ഇതില്ല. This is not, this is not, this is not, this is not. Okay. So A, B, C, D ഒരൊറ്റ ടേമേ ഉള്ളൂ. That is A, B, C, D. ഇനി നെക്സ്റ്റ് ടേം നോക്കാം. എ ബി സി ഡി ബാർ വേറെ ടേം ഉണ്ടോ എന്നുള്ളത് നോക്കാം. എ ബി സി ഡി ബാർ, എ ബി സി ഡി ബാർ, എ ബി സി ഡി ബാർ, എ ബി സി ഡി ബാർ ഇല്ല. എ ബി സി ഡി ബാർ. അടുത്ത ടേം എ ബി സി ബാർ ഡി, എ ബാർ എ ബി സി ബാർ ഡി നോക്കാം. എ ബി സി ബാർ ഡി, എ ബി സി ബാർ ഡി ഇല്ല. എ ബി സി ബാർ ഡി,
എ ബി സി ബാർ ഡി, എ ബി സി ബാർ ഡി, എ ബി സി ബാർ ഡി. നോ, ദാറ്റ് ഈസ് എ ബി സി ബാർ ഡി. നാലാമത്തെ ടേം നോക്കാം. എ ബി സി ബാർ ഡി ബാർ അല്ലേ? എ ബി സി ബാർ ഡി ബാർ ഇതിനകത്തില്ല, 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 ഇതിനകത്തില്ല. ദാറ്റ് ഈസ് എ ബി സി ബാർ ഡി ബാർ. നെക്സ്റ്റ് എ ബാർ ബി സി ഡി, 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 എ ബാർ ബി സി ഡി. നോ, എ ബാർ ബി സി ആൻഡ് ഡി. ഓക്കെ, നെക്സ്റ്റ് എ ബി സി ബാർ ഡി നോക്കാം. എ ബാർ ബി സി ബാർ ഡി, എ ബാർ ബി സി ബാർ ഡി, എ ബാർ ബി സി ബാർ ഡി, എ ബാർ ബി സി ബാർ ഡി ഇല്ല. നെക്സ്റ്റ് നോക്കാം. എ ബാർ ബി സി ഡി ബാർ, എ ബാർ ബി സി ഡി ബാർ. ഇവിടെ നോക്കാം, ഈ ഒരു ടേം ഉണ്ട്, ഇവിടെ ഉണ്ട്. എ ബാർ ബി സി ഡി ബാർ, എ ബാർ സി ഡി ബാർ, എ ബാർ ബി സി ഡി ബാർ. രണ്ട് ടേം വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാതെ മതി? ഒരൊറ്റ ടേം മതി, എ ബാർ ബി സി ഡി ബാർ. നെക്സ്റ്റ് നോക്കാം. എ ബാർ ബി സി ബാർ ഡി, എ ബാർ ബി സി ബാർ ഡി ഇല്ല, അത് രണ്ട് ടേമും വരുന്നുണ്ട്. എ ബാർ ബി സി ബാർ ഡി ബാർ പ്ലസ് എ ബാർ ബി ബാർ സി ഡി ബാർ. സോ ഇതാണ് എന്ത് വരുന്നത്? സ്റ്റാൻഡേർഡ് SOP റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്വയം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു പേഷ്യൻസ് മതി. അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് മാത്തമാറ്റിക്കൽ സ്കിൽസ്, മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നോക്കി ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, എഗെയിൻ ഇതെന്ന് പറയുന്നത് 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനകത്ത് പാർട്ട് ബി ഡിമോർഗൻസ് തിയറമാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിമോർഗൻസ് തിയറം. സ്റ്റേറ്റ് ചെയ്യുക ഡിമോർഗൻസ് തിയറം എന്താണെന്നുള്ളത്, അതോടൊപ്പം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. തിയറം 1 പറയുന്നതാണ് കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ടേംസ് ഇസ് ഈക്വൽ ടു സം ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് ടേം. അതായത് കോംപ്ലിമെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ഓൾ ടേംസ്, അതായത് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ഓൾ ടേംസ്. ഫോർ എക്സാമ്പിൾ 2 ടേമാണ് എടുക്കുന്നത്, എ ആൻഡ് ബി. കോംപ്ലിമെൻറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ടേംസ്, പ്രൊഡക്റ്റ് എടുത്തു, അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് ടേം. ഓരോ ടേമിൻ്റെയും കോംപ്ലിമെൻ്റ് എടുത്തു, എന്നിട്ട് അതിനെ സം ചെയ്തു. ഇതാണ് എന്ത്? ഡിമോർഗൻസിൻ്റെ തിയറം നമ്പർ 1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ആൻഡ് ബി ബാർ ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കിനി വെരിഫൈ ചെയ്യണം, അതായത് ഈ തിയറം കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യാം? നമുക്ക് ട്രൂത്ത് ടേബിൾ വഴി ചെയ്യാൻ പറ്റും. ട്രൂത്ത് ടേബിൾ വഴി ചെയ്യാൻ എ ഉണ്ട്, ബി ഉണ്ട്, 2 ഇൻപുട്ടാണ് വരുന്നത്. അപ്പോൾ 4 കോമ്പിനേഷൻ 0 0 0 1 1 0 1 1 4 കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്? നമുക്ക് എ ആൻഡ് ബി കണ്ടുപിടിക്കണം. എ ആൻഡ് ബി ഹോൾ കോംപ്ലിമെൻറ്റ് വേണം, എ ബാർ വേണം, ബി ബാർ വേണം, എ ബാർ ഓർ ബി ബാർ വേണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് എ ആൻഡ് ബി നോക്കുക. 0 0 0 വന്നു, 0 വന്നു, 0 ആൻഡ് 1 0, 1 ആൻഡ് 0 0, 1 ആൻഡ് 1 മാത്രമാണ് 1 വരുന്നത്. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഇവിടെ എടുക്കുക. അപ്പോൾ 0 എന്ത് വന്നു? 1 ആയി, 0 എന്തായി? 1 ആയി, 0 എന്തായി? 1 ആയി, 1 0 ആയി. നെക്സ്റ്റ് എ കോംപ്ലിമെൻറ്റ്, എയുടെ കോംപ്ലിമെൻറ്റ് എടുക്കുക. എ ഇവിടെ 0 0 1 1 1 1 വരുമ്പോൾ ഇവിടെ 0 0. ഇനി ഇവിടെ ബി കോംപ്ലിമെൻറ്റ് എടുക്കുക. 0 ഇവിടെ 1 ആയി, 1 ഇവിടെ 0 ആയി, 0 ഇവിടെ 1 ആയി, 1 ഇവിടെ 0 ആയി. നെക്സ്റ്റ് എന്ത് ചെയ്യുക? എ ബാറും ബി ബാറും ഓർ ചെയ്യുക. അപ്പോൾ 1 ഓർ 1 1 കിട്ടി, 1 ഓർ 0 1 കിട്ടി, 0 ഓർ 1 1 കിട്ടി, 0 ഓർ 0 എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ റിലേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ എന്താണ്? നമ്മളുടെ ഈ ഒരു കോളം എ ആൻഡ് ബി കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ് എന്നുള്ള കോളം. അപ്പോൾ എന്താണ്? ഈ കോളം 1 1 1 1 0 1 1 0 ഇതെന്താണ്? സെയിം ആണ്. വിച്ച് മീൻസ് ദാറ്റ് ഡിമോർഗൻസ് തിയറം 1 ഇസ് പ്രൂവ്ഡ്. ഈ രീതിയിൽ എന്ത് ചെയ്യാം? ഡിമോർഗൻസ് തിയറം പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. തിയറം നമ്പർ 1 2 മാർക്ക്, തിയറം നമ്പർ 2 2 മാർക്ക്. അപ്പോൾ അതായതുകൊണ്ട് സർക്യൂട്ടിൻ്റെ ആവശ്യമില്ല. സ്റ്റേറ്റ് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇക്വേഷൻ എഴുതുക, ഒരു ട്രൂത്ത് ടേബിൾ എഴുതുക, ഇനഫ്.
2 മാർക്കാണ് ഇതിന് വരുന്നത്. ഇനി എന്താണ് തിയറം നമ്പർ 2 ഉണ്ട് അല്ലേ. തിയറം നമ്പർ 2 എന്താണ് നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ്. എന്താ വരുന്നത് കോംപ്ലിമെൻറ്റ് ഓഫ് സം ഓഫ് ഓൾ ടേംസ്. എന്താണ് സം ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് സം എടുത്തു അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് ടേം. ഓരോ ടേമിൻ്റെയും കോംപ്ലിമെൻ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് ചെയ്യുക. എ ഓർ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. ഇതാണ് എന്ത് വരുന്നത് ഡി മോർഗൻസിൻ്റെ തിയറം നമ്പർ 2 വരുന്നത്. എഗെയിൻ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എയും ബിയും എടുത്തു 4 കോമ്പിനേഷൻ വരും 0 0 0 1 1 0 1 1. എ ഓർ ബി എടുത്തു ഞാൻ എ ഓർ ബി കോംപ്ലിമെൻ്റ് എടുത്തു എ കോംപ്ലിമെൻ്റ് എടുത്തു ബി കോംപ്ലിമെൻ്റ് എടുത്തു എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ നോക്കാം. അപ്പോൾ എന്ത് വന്നു ഫസ്റ്റ് എ ഓർ ബി ആണ് 0 ഓർ 0 0 വന്നു 0 ഓർ 1 1 1 ഓർ 0 വരുന്നത് 1 ആണ് 1 ഓർ 1 1. ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് അപ്പോൾ എന്ത് വന്നു 0 1 ആയി 1 0 ആയി 1 0 ആയി 1 0 ആയി. ഇനി എയുടെ കോംപ്ലിമെൻറ്റും ബിയുടെ കോംപ്ലിമെൻറ്റും എയുടെ കോംപ്ലിമെൻറ്റ് വരുമ്പോൾ 0 ഇവിടെ 1 0 അഗെയിൻ ഇവിടെ 1 1 0 ആയി ഈ 1 ഇവിടെ 0 ആയി. ബി കോംപ്ലിമെൻറ്റ് എങ്ങനെ എടുക്കും 0 ഇവിടെ 1 ആയി 1 0 ആയി 0 ഇവിടെ 1 ആയി 1 0 ആയി. ഇനി എന്ത് ചെയ്യുക ഇത് തമ്മിൽ ആൻഡ് ചെയ്യുക. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് അപ്പോൾ എന്താ 1 ഉം 1 ഉം 1 ആയി. 1 ഉം 1 ആൻഡ് 0 എന്താണ് 0 തന്നെയാണ്. രണ്ടും 1 വന്നാൽ ആൻഡിൽ ഹൈ വരുള്ളൂ. 0 ആൻഡ് 1 0 0 ആൻഡ് 0 0. നമുക്ക് ചെക്ക് ചെയ്യാൻ എന്താണ് ഈ ഒരു കോളം എ ഓർ ബി ഹോൾ കോംപ്ലിമെൻറ്റും എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് കോളവും നോക്കുമ്പോൾ എന്താണ് 1 0 0 1 0 0 സെയിം വിച്ച് മീൻസ് ദാറ്റ് തിയറം നമ്പർ 2 വാസ് വാലിഡേറ്റഡ് ഓർ പ്രൂവ്ഡ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 2 + 2 2 മാർക്ക് വെച്ചിട്ട് തിയറം നമ്പർ 1ന് 2 മാർക്ക് തിയറം നമ്പർ 2ന് 2 മാർക്ക്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്യാം നമുക്ക്. അപ്ലൈ ഡിമോർഗൻസ് തിയറം. ഡിമോർഗൻസ് തിയറത്തിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നോക്കാം എ ബി സി ഹോൾ കോംപ്ലിമെൻറ്റ് എ ബി സി ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് ഡി ബാർ പ്ലസ് ഇ ഡി ബാർ പ്ലസ് ഇ ഹോൾ കോംപ്ലിമെൻറ്റ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക നമ്മളുടെ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുക. ഫസ്റ്റത്തെ ഡിമോർഗൻസ് തിയറം എന്തായിരുന്നു ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ഈസ് കോംപ്ലിമെൻറ്റ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഓൾ ടേംസ്. കോംപ്ലിമെൻ്റ് എടുത്തതിൻ്റെ പ്രോഡക്റ്റ് എടുത്തതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെ ഈക്വൽ ആണ് ദാറ്റ് ഈസ് സം ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് ടേംസ്. ഓരോ ടേമിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക എന്നിട്ട് അതിനെ സം ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് എഴുതാം എ ബി സി ഹോൾ കോംപ്ലിമെൻറ്റിനെ എങ്ങനെ എഴുതാം എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ റൈറ്റ്. അപ്പോൾ എന്ത് എഴുതി ഇവിടെ എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ പ്ലസ് ഇവിടെ എന്ത് വരും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി ബാർ പ്ലസ് ഇ ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. അതായത് എ ഓർ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എങ്ങനെ എഴുതാം എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് എഴുതാം ഡി ബാർ ബാർ പ്ലസ് ഇ ബാർ. ഡി ബാറിന് ഓൾറെഡി ഒരു ബാർ ഉള്ളത് കൊണ്ടാണ് വന്നിരിക്കുന്നത്. എഗെയിൻ ഒരു ഐഡൻറ്റിറ്റി എന്താണ് ഡി ബാർ ബാർ എന്ന് പറയുന്നത് എന്ത് ഈക്വലാണ് ഡിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം ഡി പ്ലസ് ഇ ബാർ എന്ന് വന്നു. 2 സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം ഡി ബാർ ബാർ പ്ലസ് ഇ ബാർ. അടുത്ത സ്റ്റെപ്പിൽ എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ പ്ലസ് ഡി പ്ലസ് ഡി ആൻഡ് ഇ ആണ് വരുന്നത്. ഡി ഓർ അല്ല ഡി ആൻഡ് ഇ ബാർ ഡി ആൻഡ് ഇ ബാർ. ഇനി എന്ത് ചെയ്യുക ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് ടേം എന്ത് വരും എ ബാർ ഡി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനൊന്നുമില്ല എ ബാർ പ്ലസ് ബി ബാർ പ്ലസ് സി ബാർ പ്ലസ് ഡി ഇൻറ്റു ഇ ബാർ. ഇതാണ് എന്ത് വരുന്നത് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്തിട്ട് വരുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്നില്ല. അഗെയിൻ ഇത് സിമ്പിളായിട്ട് 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര സ്റ്റെപ്പ് തന്നെയുണ്ട് 4 സ്റ്റെപ്പ് 3 സ്റ്റെപ്പേ ഉള്ളൂ. 3 സ്റ്റെപ്പിൽ സിമ്പിളായിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആ തിയറംസ് ജസ്റ്റ് നോളജ് ഉണ്ടെങ്കിൽ
ഈസി ആയിട്ട് കുറേ ഒന്നും നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് 3 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 5 + 4 + 5 അങ്ങനെയാണ് 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ എ ലുക്ക് അഹെഡ് ക്യാരി ജനറേറ്റർ വിത്ത് റിലവൻറ്റ് എക്സ്പ്രഷൻസ് ആൻഡ് സർക്യൂട്ട് ആൻഡ് ഗീവ് റീസൺ ഫോർ ഇറ്റ്സ് ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്താണ് ഒരു ലുക്ക് അഹെഡ് ക്യാരി എന്നുള്ളത്, സർക്യൂട്ടും വരയ്ക്കണം, അതിൻ്റെ ഇക്വേഷൻസും എഴുതണം. അതിന് 10 മാർക്സ് ആണ് പറയുന്നത്. പിന്നെ റീസൺ, ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ മെൻഷൻ ചെയ്യാനുള്ള റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്ക്. അങ്ങനെയാണ് 10 + 4 14 മാർക്സ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു ലുക്ക് അഹെഡ് ക്യാരി ജനറേറ്റർ എന്നുള്ളത് നോക്കണം. ലുക്ക് അഹെഡ് ക്യാരി ജനറേറ്റർ എന്ന് പറയുന്നത് പാരലൽ ആഡേഴ്സിൻ്റെ കേസിൽ, പാരലൽ ആഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 2 നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 4 ബിറ്റ് വരുന്ന 2 നമ്പേഴ്സാണ് ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ A and B ആർ ദ 2 നമ്പേഴ്സ്. A റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ A3, A2, A1, A0. B റെപ്രസെൻറ്റ് ചെയ്യുന്നത് B3, B2, B1, B0. ഇതാണ് 2 നമ്പേഴ്സ്. ഈ അഡീഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യുക? ഫസ്റ്റ് A0യും B0യും ആഡ് ചെയ്യും. അതിൻ്റെ കൂടെ ക്യാരി ഇൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തിട്ട് സമ്മ S0 പ്രൊവൈഡ് ചെയ്യും. ക്യാരി ഔട്ട് എന്ത് വന്നു? C0 എന്ന് പറയുന്ന ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വന്നു? ക്യാരി ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? ഇവിടെ C1, ഫോർ എക്സാമ്പിൾ C1 വന്നു. അപ്പോൾ A1ഉം B1ഉം C1ഉം കൂടി എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സമ്മ S1 കിട്ടും. ക്യാരി എന്താണ്? C2 ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? C2, A2, B2 കൂടി എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? സമ്മ S3 കിട്ടും. ക്യാരി C3 വന്നു. പിന്നെ A3യും B3യും C3യും കൂടി എക്സോർ ചെയ്ത് കഴിഞ്ഞാൽ സമ്മ S4 കിട്ടും. പിന്നെ വരുന്ന ക്യാരിയാണ് എന്ത്? എനിക്കിവിടെ ക്യാരി വരുന്ന C4 എന്നുള്ള പറയുന്ന ക്യാരി വരുന്നത്. ഇതാണ് നോർമൽ ഒരു അഡീഷൻ പെർഫോം ചെയ്ത് 2 നമ്പേഴ്സ് 4 ബിറ്റിൻ്റെ വരുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന അഡീഷൻ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പാരലൽ ആഡർ എന്ന് പറയുന്നത്. അതായത് പാരലലി ആഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പാരലൽ ആഡറിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ്, ക്യാരി ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ഫുൾ ആഡർ ഇസ് ഗിവൺ ആസ് ക്യാരി ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് ഹയർ ഓർഡർ സ്റ്റേറ്റ്. അതായത് ഫുൾ ആഡർ എന്ന് പറയുന്നതാണ് 3 ബിറ്റുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഫുൾ ആഡർ എന്ന് പറയുന്നത്. 2 ബിറ്റേ ഉള്ളൂ എങ്കിൽ, എയും ബിയും ഉള്ള 2 ബിറ്റേ ഉള്ളൂ എങ്കിൽ അതിനെ എന്ത് പറയും? ഹാഫ് ആഡേഴ്സ് എന്ന് പറയും. അപ്പം ഇവിടെ വരുന്ന ഓരോ ഫുൾ ആഡറും എന്താണ്? 3 ഇൻപുട്സിനെ ആഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണ്? സം ഉണ്ടാവും. ക്യാരി എന്താണ്? അടുത്ത ഫുൾ ആഡറിലോട്ട്, അതായത് ഇവിടുത്തെ ഫസ്റ്റ് ഫുൾ ആഡർ എന്താണ്? A0, B0, C ആഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഫുൾ ആഡർ എന്ന് പറയുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടാണ് സമ്മ S0യും ക്യാരി C1 എന്ന് പറയുന്നത്. ആ C1 എങ്ങോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ ഫുൾ ആഡറിലോട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആ ഫുൾ ആഡറിൻ്റെ ഇൻപുട്സ് ആണ് A1, B1, C1. ഔട്ട്പുട്ട് സം S1 പ്രൊഡ്യൂസ് ചെയ്യും. ക്യാരി ഔട്ട് C2 പ്രൊപ്പഗേറ്റ് ചെയ്തു. C2യും A2യും B2യും തമ്മിൽ എന്ത് ചെയ്തു? തേർഡ് ഫുൾ ആഡറിൽ ആഡ് ചെയ്യുന്നു. സം S3 കിട്ടി, ക്യാരി C3 കിട്ടി. ഫോർത്ത് ഫുൾ ആഡറിൽ A3, B3, C3 ചെയ്തു. സം S4 കിട്ടി, ക്യാരി C4 കിട്ടി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇതിനകത്തുള്ള മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നതാണ്, ഓരോ സ്റ്റേജിൻ്റെയും ക്യാരിയാണ് എന്ത് വരുന്നത്? അടുത്ത സ്റ്റേജിൻ്റെ ഇൻപുട്ടായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഡ്രോബാക്ക് എന്താണ്? നോർമൽ നമ്മളുടെ ഫുൾ ആഡേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഫുൾ ആഡർ ഡെവലപ്പ് ചെയ്യുന്ന എക്സോർ ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്? ഫുൾ ആഡർ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇതൊക്കെ എന്താണ്? ഗേറ്റുകളാണ്, ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ് യൂസ് ചെയ്തിട്ട് ഫുൾ ആഡർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ്? ഓരോ ഗേറ്റിൻ്റെയും ഇൻപുട്ടിൽ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കിട്ടാനായിട്ട് എന്തുണ്ടാവും? ഒരു ചെറിയൊരു ഡിലേ ഉണ്ടാവും. ആ ഡിലേനെ പറയുന്ന പേരാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. സോ ഫുൾ ആഡറിൻ്റെ കേസിൽ പ്രൊപ്പഗേഷൻ ഡിലേ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്? ഓരോ ഫുൾ ആഡറിൻ്റെയും പ്രൊപ്പഗേഷൻ ഡിലേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്ത് വരുള്ളൂ? നെക്സ്റ്റ് ഹയർ ഓർഡർ സ്റ്റേറ്റിലോട്ട്
ക്യാരി ഇൻപുട്ട് റിസീവ് ചെയ്യുള്ളൂ. ക്യാരി ഇൻപുട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുള്ളൂ. എഗെയിൻ ആ ഫുൾ ആഡർ 1ൽ ആക്ഷൻ പെർഫോം ചെയ്യാൻ എഗെയിൻ എന്ത് വേണം? ഒരു പ്രൊപ്പഗേഷൻ ഡിലേ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ S1 അതുപോലെ തന്നെ ക്യാരി C2 ജനറേറ്റ് ചെയ്യുള്ളൂ. വെനെവർ ക്യാരി C2 is generated, then only full adder 2 will be full adder 3 will be working. full adder 3 അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതാണ് മെയിൻ ഒരു ഡ്രോബാക്ക് പറയുന്നത്. ദീസ് ആഡേഴ്സ് ഇസ് നോട്ട് പോസിബിൾ ടു പ്രൊഡ്യൂസ് ക്യാരി ആൻഡ് സം ഔട്ട്പുട്ട് ഓഫ് എനി സ്റ്റേറ്റ് അൺലെസ് എ ക്യാരി ഇൻപുട്ട് ഇസ് അവൈലബിൾ ഫോർ ദാറ്റ് സ്റ്റേറ്റ്. അതായത് ഇതിനകത്ത് ഈ ആഡറിനകത്ത് വരുന്ന പാരലൽ ആഡേഴ്സിനകത്ത് ഈ പറയുന്ന ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ പാരലലി സമ്മും ക്യാരിയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? പ്രീവിയസ് സ്റ്റേജിൻ്റെ ക്യാരി റിസീവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ദ ഫർദർ അല്ലെങ്കിൽ ദാറ്റ് ഇസ് ദ കമ്മിങ് ഫുൾ ആഡറിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. സോ അതാ പറയുന്നത്. സോ ഫോർ കമ്പ്യൂട്ടേഷൻ ടു ഒക്കർ the circuit has to wait until the carry bit propagate to all the states. അതായത് ഫൈനൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഓരോ സ്റ്റേജിലും ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ? ഫൈനൽ റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് എന്ത് പറയുന്നത്? ദിസ് ഇൻഡ്യൂസ് ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ ഇൻ ദ സർക്യൂട്ട്. ഇതിനെ പറയുന്നതാണ് ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ ആ സർക്യൂട്ടിനകത്ത് ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ മെൻഷൻ ചെയ്യുക. സർക്യൂട്ട് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 4 ബിറ്റ് വരുന്ന 2 നമ്പർ. അതെന്താണ് നമ്പർ? നോക്കാം. A0, A1, A2, A3 ആണ് A എന്ന് പറയുന്ന നമ്പറിൻ്റെ. B0, B1, B2, B3 ആണ് രണ്ടാമത്തെ നമ്പർ ബിയുടെ 4 ബിറ്റ്. ഇവിടെ ഇപ്പോൾ എന്താണ്? 4 ഫുൾ ആഡർ യൂസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫുൾ ആഡർ 1ൽ റിസീവ് ചെയ്യുന്നത് A0, B0 ഇൻപുട്ടും C ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സം S0 വരും, ക്യാരി C1 വരും. ഫുൾ ആഡർ 2ൽ വരുന്നത് എന്താണ്? A1, B1 വരുന്നുണ്ട്, C1 ഇൻപുട്ട് വരുന്നുണ്ട്. അതായത് എന്താണ്? ഫുൾ ആഡർ 1 വർക്ക് ചെയ്ത് C1 പ്രൊപ്പഗേറ്റ് ചെയ്ത് ഫുൾ ആഡർ 2ൽ റിസീവ് ചെയ്താൽ എന്ത് വരുള്ളൂ? അതിൻ്റെ കറസ്പോണ്ടിങ് സമ്മും ക്യാരിയും കിട്ടുള്ളൂ. വൺസ് ഈ C2 തേർഡ് ഫുൾ ആഡറിൽ റിസീവ് ചെയ്താൽ മാത്രമേ എന്ത് വരുള്ളൂ? A2, B2, C2 പെർഫോം ചെയ്തിട്ട് സം S2യും ക്യാരി C3 ഡെവലപ്പ് ചെയ്യുള്ളൂ. വൺസ് C3 ഫുൾ ആഡർ 4ൽ റിസീവ് ചെയ്താൽ മാത്രമേ A3, B3, C3 തമ്മിൽ സം S3യും ക്യാരി C4 കിട്ടുള്ളൂ. അതാണ് പറയുന്നത് ഒരു പ്രൊപ്പഗേഷൻ ഡിലേ സർക്യൂട്ടിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പ്രൊപ്പഗേഷൻ ഡിലേ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ സർക്യൂട്ട് ഫാസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് 2 അഡീഷണൽ ഫീച്ചേഴ്സാണ് ആഡ് ചെയ്യുന്നത്. ആ ഫീച്ചറിനെ പറയുന്നതാണ് ഒരെണ്ണം ക്യാരി ജനറേറ്റും ക്യാരി പ്രൊപ്പഗേറ്റും. അപ്പോൾ ക്യാരി ജനറേറ്റും ക്യാരി പ്രൊപ്പഗേറ്റും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. സോ ഒരു റീസൺ എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ളത് ക്യാരി ജനറേറ്റും ക്യാരി പ്രൊപ്പഗേറ്റും യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരി ജനറേറ്റിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആൻഡ് ആണ്. കാരണം എപ്പോഴാണ് ക്യാരി ജനറേറ്റ് ചെയ്യുന്നത്? ക്യാരി ജനറേറ്റ് ചെയ്യുന്നത് എയും ബിയും ആൻഡ് ഡിയും രണ്ടും ഹൈ ആവുന്ന കേസിൽ മാത്രമേ ക്യാരി വരുള്ളൂ. അപ്പോൾ രണ്ടും ഹൈ ആവുന്ന കേസ് ഏത് ഗേറ്റ് യൂസ് ചെയ്തിട്ടാണ് രണ്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ഹൈ വരുന്നത്? ആൻഡ് ഗേറ്റ്. അതുകൊണ്ടാണ് ക്യാരി ജനറേറ്റിന് ആൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്യാരി പ്രൊപ്പഗേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ഓർ ബി ആണ്. എ ഓർ ബി എന്ന് പറയുന്നത് അതായത് ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്താലാണ് എന്ത് ചെയ്യുക? ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് പോകുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ടാണ് എന്ത് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഈ ക്യാരി ജനറേറ്റും ക്യാരി പ്രൊപ്പഗേറ്റിനും ഒരു ജനറൽ ഇക്വേഷൻ എഴുതണം. ആ ജനറൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ്? ഫുൾ ആഡർ 2 ആണ് കൺസിഡർ ചെയ്യുന്നത്. കൺസിഡറിങ് ഫുൾ ആഡർ 2. ഫുൾ ആഡർ 2ൽ എന്തൊക്കെയാണ് ഇൻപുട്ടായിട്ട് വരുന്നത്? ഇൻപുട്ടായിട്ട് വരുന്നത് B1 ഒരു ഇൻപുട്ടുണ്ട്, A1 ഒരു ഇൻപുട്ടുണ്ട്, C1 ഒരു ഇൻപുട്ടുണ്ട്. ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എന്താണ്? ക്യാരി ഔട്ടാണ് നോക്കുന്നത്, C2 ആണ് വരുന്നത്. അപ്പോൾ 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ എത്ര വരും? 8 കോമ്പിനേഷനാണ് വരും. 2⁻3 8 കോമ്പിനേഷൻസ്. അപ്പോൾ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 ആൻഡ് 1 1 1. ഇതാണ് എന്ത് വരുന്നത്? നമ്മളുടെ കോമ്പിനേഷൻസ്. ഇതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് നോക്കാം. ഫസ്റ്റ് കേസിൽ ക്യാരി എപ്പോഴാണ് വരുന്നത്? ഓഡ് ഈവൺ നമ്പർ ഓഫ് 1 വരുന്നത്. രണ്ടും 0 ആകുമ്പോൾ ക്യാരി ഇല്ല. ഒരു 1 വരുമ്പോഴും ക്യാരി ഇല്ല. ഈ കേസിലും ക്യാരി ഇല്ല. ഇവിടെ 2 1 വരുമ്പോൾ ക്യാരി ഉണ്ട്. ഇവിടെ 1 0 0 ക്യാരി ഇല്ല.
101 ക്യാരി ഉണ്ട്, 11 ക്യാരി ഉണ്ട്, ഇതിനകത്തും ക്യാരി ഉണ്ട്. ഇതാണ് എന്ത് C2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിസിൽ C2ന് ഞാനൊരു ഇക്വേഷൻ എഴുതാണ്. C2ന് എങ്ങനെ ഇക്വേഷൻ എഴുതാം? നമ്മളുടെ കാർണർ മാപ്പ് അല്ലെങ്കിൽ K മാപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഇക്വേഷൻ എഴുതുന്നത് എവിടെയൊക്കെയാണോ ഹൈ വന്നിരിക്കുന്നത് എന്ന് നോട്ട് ചെയ്യുക. അതിൻ്റെ ബേസിസിൽ ഞാനിവിടെ ഒരു K മാപ്പ് വരയ്ക്കാം. നമ്മൾ എഴുതുന്നത് C2 ആണ്, ക്യാരി 2 ആണ് എഴുതുന്നത്. ഇവിടെ B A B1 A1 C1 ഇങ്ങനെയാണ് നമ്മളതിനകത്ത് എഴുതുന്നത്. B1 A1 C1 ഇത് 0 1 0 0 0 1 1 1 1 0 0 1 2 3 4 5 6 7 ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? K മാപ്പിനെ നമ്പർ ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് C2ൻ്റെ നോക്കുക. C2ൽ എവിടെയൊക്കെയാണ് 1 വരുന്നത്? 0th പൊസിഷൻ, 1th പൊസിഷൻ, 2nd പൊസിഷൻ, 3ഡിനകത്ത് 1 വരുന്നുണ്ട്. 3ഡിനകത്ത് 4th ഇല്ല, 5th ഉണ്ട്, 6th ഉണ്ട്, 7th ഉണ്ട്. ഇതാണ് എന്ത് K മാപ്പിലോട്ട് മാപ്പ് ചെയ്തത്. നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഇതിനകത്ത് പെയേഴ്സ് ഫോം ചെയ്യുക. പെയർ ഏതാ ഫോം ചെയ്യുന്നത് നോക്കാം. ഇത് നമുക്കൊരു പെയറാണ്, ഇത് ഒരു പെയറാണ്, ഇവിടെ വരുന്നതും ഒരു പെയറാണ്. അപ്പോൾ എന്താണ്? 3 പെയേഴ്സ് കിട്ടി. ആ പെയേഴ്സിനുള്ള ഇക്വേഷൻ എഴുതാനാണ് മറ്റേ C2 ഈക്വൽ ഇക്വേഷൻ വേണം. C2 ഈക്വൽ വരുമ്പോൾ ഫസ്റ്റ് എന്താണ്? ഈ ഒരു പെയർ എടുത്തു. എന്താണ്? 3യും 7യും കൂടി ഫോം ചെയ്യുന്നത്. അതിനകത്ത് B1 0യും 1ഉം വരുന്നതുകൊണ്ട് B ബാർ പ്ലസ് B എന്ന് പറയുന്നത് 1 വരും. അതിൻ്റെ എഫക്റ്റ് വരില്ല. പിന്നെന്താണ് ഇവിടെ 1 1 വരുന്നത്? Aയും Cയും ആണ്. ദാറ്റ് ഈസ് A1 C1 എന്ന് കിട്ടി അല്ലേ? നെക്സ്റ്റ് അടുത്തത് നോക്കാം. അടുത്തതിനകത്ത് നോക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. എന്താണ്? 5ഉം 7ഉം കൂടി ഫോം ചെയ്യുന്നത്. 5ഉം 7ഉം കൂടി ഫോം ചെയ്യുന്നത് ഏതാണ് വരുന്നത്? B1ഉം അതുപോലെ തന്നെ കോമൺ ആയിട്ട് അതിനകത്ത് വരുന്നത് B1ഉം B1 കോമൺ ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? 0 1 1 1 ആയിട്ട് വരുന്നത് C ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത്? നമ്മളുടെ ഏതിനൊക്കെയാണോ 1 വരുന്നത് അത് ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ടും സോൾവ് ചെയ്യാം. അവിടെ ബൂളിയൻ എക്സ്പ്രഷൻ വെച്ചിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നോക്കാം. ഇത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. ബൂളിയൻ എക്സ്പ്രഷൻ വെച്ച് സോൾവ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് C2 അല്ലേ എഴുതുന്നത്? C2 ഫസ്റ്റ് എന്താണ്? ഇവിടെ 1 വരുന്ന കോമ്പിനേഷൻ നോക്കാം. എന്താണ് ഇവിടെ? B1 0 ആണ്. അപ്പോൾ B ബാർ B1 ബാർ Aയും 1 Cയും 1 A1 C1. അടുത്തത് ഇവിടെ എന്താണ്? B1 ആണ്. ദാറ്റ് ഈസ് B1 A 0 ആണ്, A1 ബാർ C 1 ആണ്. നെക്സ്റ്റ് ഇവിടെ നോക്കാം. Bയും Aയും 1 ആണ്. Bയും Aയും 1 വരുമ്പോൾ എന്ത് വരും? B1 A1 C1 0 ആണ്. അപ്പോൾ C1 ബാർ കൊടുത്തു. അടുത്തത് ഇവിടെ നോക്കാം. 3ഉം 1 വരുന്നത്. 3ഉം 1 വരുമ്പോൾ എന്താ എഴുതാം? 3 1s വരുമ്പോൾ B1 A1 C1. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പം സോൾവ് ചെയ്യേണ്ടത് ഫസ്റ്റ് നോക്കേണ്ടത് ഇതിനകത്ത് B1ഉം A1ഉം നോക്കാം. അതിനകത്ത് 3rd ടേമും 4th ടേമും നോക്കാം. 3rd ടേമും 4th ടേമും നോക്കുകയാണെങ്കിൽ അതിനകത്ത് കോമൺ എന്തുണ്ട്? B1 A1 കോമൺ ആണ്. ദാറ്റ് ഈസ് B1 A1 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ C1 ബാർ പ്ലസ് C1. അപ്പോൾ C1 ബാർ പ്ലസ് C1 എന്ത് വരും? 1 വരും. ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താണ് കോമൺ ആയിട്ട് ഏത് ടേം വരുന്നത്? C1 എന്ന് പറയുന്ന ടേം കോമൺ ആണ്. അപ്പോൾ C1 എന്ന് പറയുന്ന ടേം കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ B1 ബാർ A1 പ്ലസ് B1 A1 ബാർ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്ത് വന്നു? C1 ഇൻറ്റു ഈ ടേം എന്താ? B1 ബാർ A1 പ്ലസ് B1 A1 ബാർ എന്താ? നമ്മുടെ ഇക്വേഷൻ A ബാർ B പ്ലസ് A B ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് A XOR B ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് വരും? B1 XOR A1 എന്ന് വന്നു. നെക്സ്റ്റ് B1 A1 ഇവിടെ C1 ബാർ പ്ലസ് C1 എന്താ?
1 ആണ്. അപ്പോൾ ഇതാണ് വരുന്നത്. ഇതാണ് എന്ത് C2ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്താണ് ക്യാരി ജനറേറ്റും ക്യാരി പ്രൊപ്പഗേറ്റിനുള്ള ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് B1 ആൻഡ് A1 എന്ന് പറയുന്നതാണ് എന്ത് വരുന്നത് നമ്മളുടെ ക്യാരി ജനറേറ്റ് എന്ന് പറയുന്നത്. ക്യാരി ജനറേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് G എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ CG എന്നും ചിലർ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. G കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇതിനകത്ത് B1 XOR A ആണ് എന്ത് ക്യാരി പ്രൊപ്പഗേറ്റ്. ഈ ടേമാണ് ക്യാരി പ്രൊപ്പഗേറ്റ്. ക്യാരി പ്രൊപ്പഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് P ആണ് ക്യാരി പ്രൊപ്പഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഇവിടെ എന്താണ് C, ഞാനിപ്പോൾ I+1 എന്ന് കൊടുക്കുകയാണ്. I ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ I+1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ CI ഇൻറ്റു BI XOR AI പ്ലസ് BI AI. ഇതിനെങ്ങനെ എഴുതാം? അതായത് BI XOR AI ആണ് ക്യാരി പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഞാൻ? CI PI പ്ലസ് ക്യാരി ജനറേറ്റ് ആണ് എന്ത് GI. ഇതാണ് എന്ത് വരുന്നത്? CI+1ൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആഡറിൻ്റെയും ഇക്വേഷൻ എഴുതാം. ഓരോ ഫുൾ ആഡറിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഫോർ I ഈക്വൽ 0. I ഈക്വൽ 0 ആണെങ്കിൽ എന്ത് വരും? C1 കിട്ടും. C1 is equal to I ഈക്വൽ 0 ആകുമ്പോൾ C0 P0 പ്ലസ് C0 P0 പ്ലസ് G0 എന്ന് കിട്ടി. ഇവിടെ C0 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ ക്യാരി ഇന്നിനെയാണ് പറയുന്നത്. C0 is equal to ക്യാരി ഇൻ. അതായത് ഇവിടെ നോക്കാം, C0 എന്ന് പറയുന്നത് എന്താണ്? ഇതിനെയാണ് എന്ത് C0 ആയിട്ട് എടുത്തത്, അതായത് ക്യാരി ഇൻ. അടുത്തത് ഫോർ I ഈക്വൽ 1. I ഈക്വൽ 1 വരുമ്പം C2 is equal to C1 P1 പ്ലസ് G1 എന്ന് വന്നു. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ക്യാരിയും, അതായത് ഫുൾ ആഡർ 2യുടെ ഔട്ട്പുട്ട് ആയിട്ടുള്ള C2 എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് C1 ആക്കണം, ബട്ട് ഇറ്റ് ഷുഡ് ഡിപ്പെൻഡ് ഓൺ Cin ആക്കണം. അതുപോലെ തന്നെ C3 എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് C2, ഇറ്റ് ഷുഡ് ബി ഡിപ്പെൻഡിങ് ഓൺ Cin ആക്കണം. അതുപോലെ തന്നെയാണ് C4 ഷുഡിൻ ഡിപ്പെൻഡ് ഓൺ C3, ഇറ്റ് ഷുഡ് ബി ഡിപ്പെൻഡിങ് ഓൺ Cin ആക്കണം. അതിനുള്ള ഇക്വേഷനാണ് എഴുതേണ്ടത്. ഫോർ ദാറ്റ് ഇവിടെ എന്താണ്? C1 ഇക്വേഷൻ ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? P1 ഇൻറ്റു C1ൻ്റെ സ്ഥാനത്ത് C0 P0 പ്ലസ് G0 പ്ലസ് G1. ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? C0 P0 P1 പ്ലസ് G0 P1 പ്ലസ് G1 വന്നു. ഇതുപോലെ C3ക്കും C4നും എഴുതണം. ഫോർ I ഈക്വൽ 2. I ഈക്വൽ 2 വരുമ്പോൾ C3 ഈക്വൽ C2 P2 പ്ലസ് G2 എന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് C2ൻ്റെ പ്രീവിയസ്ലി ഒരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ C2, ആ ഇക്വേഷൻ അങ്ങോട്ട് എടുത്തെഴുതാം. അപ്പോൾ എന്ത് വരും? C2യുടെ സ്ഥാനത്ത് C0 P0 P1 പ്ലസ് G0 P1 പ്ലസ് G2 ഇൻറ്റു P2 പ്ലസ് G2 എന്ന് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. C0 P0 P1 പ്ലസ് G0 P1 P2, ഇവിടെ ഒരു P2 മിസ് ചെയ്തിട്ടുണ്ട്, P1 P2 പ്ലസ് G2 P2 പ്ലസ് G2 C3. ഇതാണ് C3യുടെ ഇക്വേഷൻ. ഇനി എന്താണ്? C4ൻ്റെ ഇക്വേഷൻ എഴുതണം. C4ൻ്റെ ഇക്വേഷൻ എഴുതാൻ ഫോർ I ഈക്വൽ 3. അപ്പോൾ എന്താ വന്നു? C4 ഈക്വൽ എന്താണ്? C4 C3 P3 പ്ലസ് G3. അപ്പോൾ ഇതിനകത്ത് C3യുടെ ഇക്വേഷൻ പ്രീവിയസ് കേസിലുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് കേസിലുള്ള ഇക്വേഷൻ C0
C0 P0 P1 P2 plus G0 P1 P2 plus G0 P1 P2 plus G2 P2 G2 P2 plus G2 plus G2 into ഇവിടെ വരുന്നതാണ് P3 വരുന്നുണ്ട് പ്ലസ് G3 ഇട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ C4 ആണ് കണ്ടുപിടിക്കുന്നത്. C0 P0 P1 P3. നെക്സ്റ്റ് ടേം G0 P1 P2 P3. നെക്സ്റ്റ് ടേം G2 P2 P3. നെക്സ്റ്റ് ടേം G2 P3 പ്ലസ് G3. ഇതാണ് എന്ത് വരുന്നത്? G4നുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ C4നുള്ള എക്സ്പ്രഷൻ, അപ്പോൾ C1 C2 C3 C4. അപ്പോൾ ഓരോ ടേമിലും നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ C1 ഇസ് ഡിപ്പെൻഡിങ് ഓൺലി C in ഓൺലി. C0 എല്ലാ ഇക്വേഷനിലും C0നെ C ആക്കി മാറ്റുക. അങ്ങനെയാണെങ്കിൽ C1 C നെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പിന്നെ ക്യാരി ജനറേറ്റിനെയും ക്യാരി പ്രൊപ്പഗേറ്റിനെയും. അതുപോലെ തന്നെ C2 ആണെങ്കിൽ എന്താണ്? C മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, C1നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. C3 ഇക്വേഷനിൽ നോക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ C, ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ C2. അതുപോലെ തന്നെ C4ൻ്റെ എടുക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ C, നോട്ട് ഡിപ്പെൻഡിങ് ഓൺ C3. ഈ രീതിയിലാണ് വരുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സർക്യൂട്ട് വരയ്ക്കാൻ പറ്റും. അതായത് ഓരോ ഫുൾ ആഡറും വരയ്ക്കുക. ആ ഫുൾ ആഡറിൻ്റെ ക്യാരി ജനറേറ്റും ക്യാരി പ്രൊപ്പഗേറ്റും എന്താണ്? ഇത് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മുടെ സമ്മിൻ്റെ ഇക്വേഷൻ എഴുതുക, എന്താ എഴുതുക? സം ഇസ് ഈക്വൽ ടു ഫുൾ ആഡറിൻ്റെ കേസിൽ A XOR B XOR C ആണ്. അപ്പോൾ S3 ആണ് എഴുതുന്നത്. ഫുൾ ആഡർ 3യുടെ ആണ് എഴുതേണ്ടതെങ്കിൽ എന്ത് വരും? A3 XOR B3 XOR C3. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ A3 XOR B3 നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? ക്യാരി പ്രൊപ്പഗേറ്റ് ആണ് വരുന്നത്. ക്യാരി പ്രൊപ്പഗേറ്റ് വരുമ്പോൾ എന്ത് വന്നു? P3 XOR C3. S4 എങ്ങനെ എഴുതാം? S4 എന്ന് പറയുന്നത് P2 XOR C2 എന്ന് എഴുതാം. അതുപോലെ S2 എന്ന് എഴുതുന്നു, S2 എന്ന് പറയുന്നത് P2 XOR C2. S1 എന്ന് പറയുന്നത് എന്താണ്? P1 XOR C1 എന്ന് എഴുതി. ഈ രീതിയിൽ നമ്മളുടെ സർക്യൂട്ട് വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? ലുക്ക് എഹെഡ് ക്യാരി ജനറേറ്റർ. ലുക്ക് എഹെഡ് ക്യാരി ജനറേറ്റർ, ക്യാരി ജനറേറ്റും ക്യാരി പ്രൊപ്പഗേറ്റും. ക്യാരി ജനറേറ്റർ എന്താണ്? ഫസ്റ്റ് G3 P3, സെക്കൻഡ് വൺ G2 P2, G1 P1, G0 P0. ഇവിടെ എന്താണ്? ഒരു ക്യാരി ഇന്ന് കൂടി വരുന്നുണ്ട്. ക്യാരി ഇൻ. ഈ ക്യാരിന് എന്ത് വരണം? നമുക്ക് ഔട്ട്പുട്ടിലോട്ടും വേണം. ഇതിനകത്ത് വരേണ്ടത് എന്താണ്? ഫസ്റ്റ് സമ്മ് കിട്ടാനായിട്ട് എന്താണ്? ഫസ്റ്റ് ക്യാരി C4 ഇവിടെ വരും. ഫസ്റ്റ് വൺ നമ്മളുടെ സം കിട്ടാനായിട്ട് S3 വരുന്നത് എന്താണ്? P3 XOR C3. അപ്പോൾ P3 എടുത്തു, P3 ഇവിടെ നിന്ന് വരുന്നുണ്ട്, ക്യാരി 3 ഉണ്ട്. ഇത് തമ്മിൽ എന്ത് ചെയ്യാണ്? XOR ചെയ്യുമ്പോൾ സമ്മ് S3 കിട്ടി. അതുപോലെ P2 വരുന്നുണ്ട്, ഇവിടെ എന്താണ്? C3 ക്യാരി 2 വരുന്നുണ്ട്, XOR ചെയ്യുക. XOR ചെയ്ത് കഴിഞ്ഞാൽ S2 കിട്ടും. അതുപോലെ നെക്സ്റ്റ് എന്താണ്? C1 വരുന്നുണ്ട്, P1 XOR ചെയ്ത് കഴിഞ്ഞാൽ S1 കിട്ടും. ലാസ്റ്റ് S0 ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് ക്യാരി ഇൻ ആണ് വരുന്നത്. ക്യാരി ഇൻ വരുന്നുണ്ട്, ഇത് ക്യാരി ഇൻ ആണ്. അതുപോലെ തന്നെ P0 ഇത് തമ്മിൽ XOR ചെയ്യുമ്പോഴാണ് S0 കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ലുക്ക് എഹെഡ് ക്യാരി ജനറേറ്ററിൻ്റെ ഒരു സിമ്പിൾ സർക്യൂട്ട്. ഡീറ്റെയിൽഡ് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. ഡീറ്റെയിൽഡ് സർക്യൂട്ട് വരയ്ക്കുന്നത് ഈ ഇക്വേഷൻ C4
C2 C1 C3നെ ബേസ് ചെയ്തിട്ടാണ്. ഈ ഇക്വേഷൻ തന്നെ ഇനഫാണ്. ഓക്കെ, സോ ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റിൽ ഒരു കറക്ഷൻ പറഞ്ഞാൽ ഇവിടെ എ XOR B എന്നാക്കുക. ക്യാരി പ്രൊപ്പഗേറ്റ് A XOR B, ക്യാരി ജനറേറ്റ് ആണ് A ആൻഡ് B. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. റീസൺ മെൻഷൻ ചെയ്യുക. റീസൺ ഫോർ ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ്റെ റീസൺ എന്ന് പറയുന്നത് ഓരോ ക്യാരി എന്ന് പറയുന്നതാണ് പ്രീവിയസ് ക്യാരീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. ഇറ്റ് ഇസ് ഓൺലി ഡിപ്പെൻഡിങ് ഓൺ ദ ഫസ്റ്റ് വൺ C, ദാറ്റ് ഇസ് ലുക്കിംഗ് എഹെഡ്. ക്യാരി ലുക്ക് എഹെഡ് ആണ് വരുന്നത്. ഓക്കെ, ആ റീസൺ കൊണ്ടാണ് എന്ത് വരുന്നത്, ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ വരുന്നത്. നെക്സ്റ്റ് അതിനകത്ത് എക്സ്പ്ലനേഷനിൽ സർക്യൂട്ട് വരയ്ക്കുക, റെലവൻറ്റ് എക്സ്പ്രഷൻ. സർക്യൂട്ട് ഉണ്ട്, ബ്ലോക്ക് ഡയഗ്രാം സർക്യൂട്ട് ഉണ്ട്, എക്സ്പ്രഷൻസ് സോൾവ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത് മോഡ്യൂൾ 2-ൽ വരുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക് സബ്ജക്റ്റിലെ മോഡ്യൂൾ 2-ൽ വരുന്ന പാർട്ട് എയിലും പാർട്ട് ബിയിലും ഷോർട്ട് ആൻസറും essay ക്വസ്റ്റ്യനുമാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷൻസിൽ, കമ്മിങ് സെഷൻസിൽ 3rd മോഡ്യൂളിൻ്റെയും 4th മോഡ്യൂളിൻ്റെയും 5th മോഡ്യൂളിൻ്റെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ടിൽ ദെൻ വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു.